അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്താണ് കൊക്കോ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി എന്താണ് കൊക്കോ റിച്ച് എന്ന ബ്രാൻഡ്? കൊക്കോ റിച്ച് ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ചോക്ലേറ്റ് തൈ മുതൽ, ശരിക്കും പറഞ്ഞാൽ കൊക്കോൻ്റെ തൈ മുതൽ ചോക്ലേറ്റ് വരെയാണ്. അതാണ് നമ്മുടെ എല്ലാ ബ്രാൻഡും അങ്ങനെയാണ് ചെയ്യുന്നത്. ചോക്ലേറ്റ് ആയാലും അതിന് ഒത്തിരി ബൈ പ്രൊഡക്റ്റുകളുണ്ട്. ചോക്ലേറ്റ് മാത്രമല്ല, ഒത്തിരി വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകളുണ്ട്. ഇത് നമുക്ക് കുരു ആവശ്യമുള്ളവർക്കായാലും കറക്റ്റ് ഫെർമെൻ്റായ കുരു നമുക്ക് കൊടുക്കാൻ പറ്റും, അത് സെയിൽ ചെയ്യാം. പിന്നെ കൊക്കോ നിബ്, മാസ്, ലിക്കർ ചോക്ലേറ്റ്, ഇതെല്ലാം നമുക്ക് കൊടുക്കാം. അതുപോലെ കൊക്കോ പൗഡർ, പ്യുവറായിട്ടുള്ള കൊക്കോ പൗഡറിൽ തന്നെ 2-3 വെറൈറ്റികളുണ്ട്. ഒന്ന് ഡച്ച് പ്രോസസ്ഡ് ഉണ്ട്, നാച്ചുറൽ ഉണ്ട്, അതുപോലെ ഫാറ്റ് കണ്ടൻറ്റ് കുറവുള്ളതുണ്ട്, അതുപോലെ കൊക്കോ ബട്ടർ ഉണ്ട്. അതുപോലെ അങ്ങനെ അതുമേൽ തുടങ്ങി പിന്നെ ചോക്ലേറ്റ് സെക്ഷനിലോട്ട് വന്നു. ചോക്ലേറ്റ് ആണെങ്കിൽ ചോക്ലേറ്റ് ഏത് വെറൈറ്റി വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അത് മിൽക്ക് ചോക്ലേറ്റ്, ഡാർക്ക്, അതുപോലെ അതിനകത്ത് എന്താ സ്പൈസസ് ഉള്ളതാണ്. സ്പൈസസ് ഒരു 300 പിന്നെ നമ്മൾ ചില്ലി ചോക്ലേറ്റ് ഉണ്ട് നമുക്ക്. അതുപോലെ അത്രയും വെറൈറ്റീസ് ചോക്ലേറ്റ്സ് ഉണ്ട്. ഒരു 300-400 വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ടാക്കാം. നമ്മൾ ട്രഫിൾസ് ഉണ്ടാക്കാം. നമുക്കിവിടെ കുനാഫ ചോക്ലേറ്റ് ഉണ്ട്, പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ്, ഡ്രീം കേക്ക്, ഇതൊക്കെ ഇതിനകത്ത് വരുന്ന ഇതിൽ വരുന്ന നമ്മൾ പ്യൂർ ചോക്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡ്രീം കേക്കുകൾ ചെയ്യുന്നത്. ഇത് മിൽക്ക് ചോക്ലേറ്റ്, ഡാർക്ക് മിൽക്ക്, ഫ്രൂട്ട് ആൻഡ് നട്ട്, കോഫി, വൈറ്റ് ചോക്ലേറ്റ്, ദെൻ റൂബി 95 തന്നെ പാം ഷുഗർ, ചില്ലി ചോക്ലേറ്റ് 80% ഡാർക്ക്, 80% നെറ്റ്സ് ആൻഡ് സീഡ്സ്, പിന്നെ ഓറഞ്ച് പീൽ. ഇത് ഇത്രയും ഇവിടെ എപ്പോഴും ഉണ്ട്. ഇതിപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ഏത് വെറൈറ്റി വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എപ്പോൾ വന്നാലും അവൈലബിൾ ആണ്. ഇതിനകത്ത് ചില്ലി ചോക്ലേറ്റ് ഒന്ന് കഴിച്ചു നോക്കി. ചോക്ലേറ്റ് ഒരിക്കലും കടിച്ച് കഴിക്കരുത്, അതിനകത്ത് മെൽറ്റ് ചെയ്യണം. നമ്മുടെ വായയുടെ അകത്ത് 36 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട്. ചോക്ലേറ്റ് മെൽറ്റ് ആവാൻ 28 ഡിഗ്രി മതി. അത് നമ്മുടെ വായിൽ മെൽറ്റാക്കി കഴിക്കണം. അപ്പോഴാണ് നമ്മൾ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. വെറുതെ നമ്മൾ കടിച്ചു വെച്ച് കഴിച്ചിട്ട് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഒരു കാരണം. നോർമൽ ചില്ലി. ഇത് ഡാർക്ക് മിൽക്കാണ്. ഡാർക്ക് മിൽക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ മിൽക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ 20% ആണ് അതിനകത്ത് കൊക്കോൻ്റെ പെർസെൻറ്റേജ്. ഡാർക്ക് എന്ന് പറയുമ്പോൾ 30% എബോവ് ഉണ്ടാവും. 30% ഡാർക്ക് ആയിരിക്കും. മാർക്കറ്റിൽ വരുന്ന എന്ത് ടൈപ്പ് ചോക്ലേറ്റ്സ് ആണ് കൂടുതൽ? മിൽക്ക് ചോക്ലേറ്റ്, ഡാർക്ക് മിൽക്ക് വരാറുണ്ട്, പിന്നെ ഫ്രൂട്ട് ആൻഡ് നട്ട്. ആകെ നമ്മളിവിടെ അറിയാവുന്ന 2-3 വെറൈറ്റി ചോക്ലേറ്റ്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒത്തിരി 10-400 വെറൈറ്റി ചോക്ലേറ്റ്സ് ചെയ്യാം. അത് ഏത് വേണമെങ്കിൽ. ഇതൊക്കെ റൂബിയുടെ ബീനാണ്, പിങ്ക് കളറാണ്. ഇത് നല്ലൊരു കളർ. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ്സ് ഈ ഒരു കളർ അല്ലേ? ആ കളർ തന്നെയാണ്. പിങ്ക് അല്ലേ? നോക്കി, പിങ്ക് കളറാണ്. ഇതാണ് ബീൻ. ഈ ബീനാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് പ്രോസസ്സ് ചെയ്യുന്നത്. ഈ ബീനാണ് നമ്മൾ അരയ്ക്കുന്നത്. അത് നമ്മുടെ റെസിപ്പി ഉപയോഗിച്ച് ബീൻ ഇട്ടാണ് ഇത് അരയ്ക്കുന്നത്. ഇതിനകത്ത് മിൽക്ക്, ഷുഗർ, അത് എങ്ങനെയാണോ അതിൻ്റെ കണ്ടൻറ്റ് അത് ചേർത്തിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ അരഞ്ഞുകൊണ്ടിരിക്കുന്നത് മിൽക്ക് ചോക്ലേറ്റാണ്. എൻ്റെ ഫൈനൽ കഴിഞ്ഞതാണ്. അത് ഇനി ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇതിനകത്ത് നമ്മൾ മോൾഡ് ചെയ്യും, ടെമ്പർ ചെയ്യും, ടെമ്പറിങ് മെഷീൻ ഉണ്ട്, ടെമ്പർ ചെയ്യും, അതിനകത്ത് നമ്മൾ ചോക്ലേറ്റ് ഫ്രീസ് ചെയ്യും, ചില്ലി. പിന്നെ അത് നമ്മൾ പാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചേട്ടാ, നമ്മൾ ഒരു കാലത്ത് നമ്മൾ കൊക്കോയ്ക്ക് വില കുറഞ്ഞിട്ട് നമ്മൾ കൊക്കോക്കെ വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ കാപ്പി, ഏലം അതൊക്കെ നട്ടു. സ്റ്റിൽ നമ്മൾ ഒരു സ്കോപ്പ് ചേട്ടൻ കണ്ടു ഇതൊക്കെ ഇങ്ങനെ ഇപ്പോഴും റിമൈൻ ചെയ്ത് ഇങ്ങനെ വെക്കാൻ വേണ്ടി ആ ഒരു കാലഘട്ടത്ത്? അതെന്താ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എല്ലാ കാലത്തും ഒരു എന്താ പറയുക, ജാതിക്ക് ഒരു സമയത്തെ വില ഉണ്ടാവും, ഒരു സമയത്ത് വില ഉണ്ടാവും, പിന്നെ ഒരു സമയത്ത് വില ഉണ്ടാവില്ല. അതുപോലെ കൊക്കോ അങ്ങനെ തന്നെയാണ്. ഒരു സമയത്ത് വില ഉണ്ടായില്ല, പക്ഷെ ഞങ്ങളത് വെട്ടിക്കളഞ്ഞില്ല. പിന്നെ അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടുതൽ അതിനെക്കുറിച്ച് ആദ്യമൊക്കെ ഈ ചോക്ലേറ്റ് എന്ന് പറഞ്ഞ സാധനത്തിന് പ്യൂർ അറിയുന്നത് വെറും 2% ആൾക്കാരാണ്. ഇപ്പോൾ ഒരു 15-12%, 10% വന്നിട്ടുണ്ട്. ഇത് പ്യൂർ എന്താണ്, ചോക്ലേറ്റ് കഴിച്ചാൽ എന്താണ് അതിന്റെ ഗുണം, ഒറിജിനൽ ചോക്ലേറ്റ് എന്താണ്. പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കാഡ്ബറി പോലുള്ള 1-2 കമ്പനികളെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇഷ്ടംമാതിരി കമ്പനികളുണ്ട്. അതുപോലെ ഉണ്ടാക്കുന്നവരായാലും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ. അപ്പോൾ ഉപയോഗം കൂടി. പിന്നെ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ആൾക്കാരിൽ വന്നു, അവയർനെസ് ഉണ്ടായി. അപ്പോൾ ഏറ്റവും നല്ല ചോക്ലേറ്റ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായത് തോന്നും. പിന്നെ ഒത്തിരി പേര് നമ്മൾ പുറം രാജ്യങ്ങളിൽ പോയി അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് അവിടെ ഇത് കാണാനുള്ളൂ, അവിടെ ചോക്ലേറ്റിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും. അങ്ങനെ ഇവിടെ വന്ന് പലരും അതിനെക്കുറിച്ച് പറയും. അങ്ങനെയൊക്കെയാണ് കൂടുതൽ അതിനെക്കുറിച്ച് നമുക്ക് എന്താ പറയുക, കൂടുതൽ അതിനകത്ത് ബോധം വന്നത്. ഇപ്പൊ വില ഇടിയുന്നുണ്ടോ ഇതിന്റെ? അല്ല, വില കൂടി വരുന്നത്, കൂടി തന്നെ പോകുന്നത്. അതെ. ഒരു ആവറേജ് ഒരു 350 റുപ്പീസ് ഒക്കെ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒരു 250-350 ആണെങ്കിൽ കർഷകന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ കൂടുതലും ചെയ്യുന്ന കർഷകരെ ഡയറക്റ്റ്. ഇപ്പൊ ഞങ്ങൾക്ക് ജ്യൂസ് എടുക്കാനൊക്കെ തയ്യില്ല, കായ എനിക്ക് ഇവിടെയുള്ള കായ തയ്യില്ല. അപ്പൊ പുറത്തുനിന്ന് നമ്മൾ മാങ്കുവ, മുരിക്കാശ്ശേരി ആ ഭാഗത്തുനിന്ന് കായ എടുക്കുന്നത്. അത് മുഴുവനോടെയാണ് നമ്മൾ കായ എടുക്കുന്നത്. അത് ഹോൾ ഫ്രൂട്ടോടെ. അതങ്ങനെ കായ എടുത്തിട്ടാണ് നമ്മളിവിടെ അതിൻ്റെ ഫ്ലഷ് എടുത്ത് ജ്യൂസ് ഉണ്ടാക്കുന്നു. മറ്റേത് നന്നിട്ട് കറക്റ്റ് ഫെർമെൻറ്റ് ചെയ്ത് ചോക്ലേറ്റിന് ഉപയോഗിക്കും. അതാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഏത് ടൈപ്പ് ചോക്ലേറ്റ് ആണ് ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റ്? ഏറ്റവും ഹെൽത്ത് നമ്മുടെ സാധാരണ കഴിക്കുന്ന ഒത്തിരി പേര് ഓരോ ടൈപ്പ് പ്രിഫർ ചെയ്യുന്നുണ്ട്. ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ 95% കഴിക്കുന്നത്, 95 ഡാർക്ക്. ജിമ്മിൽ ഇന്നലെ വരെ ഒരാളോട് മേടിച്ചത് 99 വേണം, അത് 99 വരെ നമ്മൾ കൊടുത്തത്. അതുപോലെ 95, പിന്നെ 80 ആണ് ഏറ്റവും ബെസ്റ്റ്. 80 നമുക്ക് സാധാരണ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കയ്പോ ഉള്ളൂ, സാധാരണ ഒത്തിരി കയ്പില്ല. അതാണ് ഏറ്റവും നല്ലത്. അതിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ 80% കൊക്കോ ആണ്, പ്യുവർ കൊക്കോ ആണ്. 90% ഷുഗർ ഉള്ളൂ, 19% ഷുഗർ ഉള്ളൂ, 1% സോയ. ഇത്രയേ ഉള്ളൂ അതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻറ്റ് കണ്ടന്റ്. അതിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അത്രയും കൊക്കോ നമുക്ക് നമ്മുടെ ഇതിലൂടെ ഒരു 6 to 8 ഗ്രാം ഡെയിലി കഴിച്ചാൽ മതി. ഒരാൾ 6 to 8 ഗ്രാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ്, ഇത് ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ചേട്ടാ, ഇതിപ്പം ചേട്ടന് ചോക്ലേറ്റ് പാഷനായിട്ടാണ് വന്നത്. ഇപ്പം എങ്ങനെയാണ് ഈ ഓരോ കാര്യങ്ങളും എടുത്ത് പഠിച്ചത്, ഈ പാഷനെ ഫോളോ ചെയ്യാൻ തോന്നിച്ചത്? നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പുതിയ പ്രൊഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഓരോ കൊക്കോ നമ്മൾ അതിനകത്ത് ഓരോ പുതിയ പ്രൊഡക്റ്റ് ഓരോ ദിവസവും ഇപ്പോൾ നമ്മൾ ആയുർവേദമായിട്ട് കണക്ട് ചെയ്ത് നമ്മളിപ്പോൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ ബ്രെയിനിനെ ഇതിനൊക്കെ ബൂസ്റ്റ് ചെയ്യാവുന്ന ഒരു ചോക്ലേറ്റ് വരുന്നുണ്ട്, 80%. അപ്പോൾ അങ്ങനെ ഓരോ പുതിയ പ്രൊഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മൾ അതിനകത്ത് പഠിച്ച് എനിക്കൊരു പാഷനാണ്. നമുക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാഷനാണ്. അപ്പോൾ അത് ഇപ്പം സാധാരണക്കാർക്കായാലും ഒരു ചെറുപ്പക്കാരൻ വന്നാലും അവർക്ക് പഠിക്കാം. അത് ഇപ്പോഴത്തെ അത് വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആക്കിയാലാണ് ഇപ്പോഴത്തെ ജനറേഷൻ ഏറ്റവും ബെസ്റ്റ്. അത് എല്ലാവർക്കും അറിയാം ചോക്ലേറ്റ് എന്താണ്, അതൊരു അവയർനെസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അവനവൻ്റെ പറമ്പിലുള്ള സാധനം വാല്യൂ ആഡഡ് ആക്കാം, അതിന് ഇറങ്ങിത്തിരിക്കണമെന്ന് മാത്രം. ഇതിപ്പോൾ നമ്മുടെ ഈ ചോക്ലേറ്റ്, നമ്മുടെ കൊക്കോ റിച്ചിൻ്റെ ചോക്ലേറ്റ് എവിടെയൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും? നമുക്ക് 6 ഷോപ്സ് ഉണ്ട് ഇപ്പോൾ നിലവിൽ. ഇത് നമ്മുടെ ഹൈ റേഞ്ച് ഹൈപ്പർ മാർക്കറ്റിൻ്റെ 4 ഔട്ട്ലെറ്റ് ഉണ്ട്. കട്ടപ്പന,
അണക്കര, ചെറുതോണി, ഏലപ്പാറ. ഇവിടെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ചോക്ലേറ്റ്സ് എന്നുള്ള രീതിയിൽ നെറ്റി ഫ്രൂട്ടി എന്നാണ് പേര്. അതുപോലെ തിരുവല്ലയിൽ സെൻട്രിയൽ ബസാറിലുണ്ട്. അതുപോലെ കാക്കനാട് സ്റ്റോറിലുണ്ട്. കാക്കനാട് നമ്മുടെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ ഓപ്പോസിറ്റുള്ള അതിൽ നെറ്റി ഫ്രൂട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട്. അത് നമ്മുടെ തന്നെയാണ്. അത് 6 ഷോപ്പിലും നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അല്ലാത്തവർക്ക് നമുക്ക് ഡയറക്റ്റ് മേടിക്കാം. വാട്സപ്പിൽ നമ്പറിൽ വന്നു കഴിഞ്ഞാൽ ഓൺലൈൻ്റെ പ്ലാറ്റ്ഫോം റെഡി ആവുന്നേ ഉള്ളൂ. ബാക്കി വരുന്നവർക്ക് വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ നമ്മൾ കൊറിയർ ചെയ്യും. നമ്മളിപ്പോൾ ഇവിടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഹോം മെയ്ഡ് ചോക്ലേറ്റ് സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാം നോർമൽ പാക്കിങ്സും അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ എല്ലാം ഒരു എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡഡ് ഒരു പ്രീമിയം പാക്കിങ് തന്നെയാണ്. എന്താണ് ഇങ്ങനെ ഒരു പാക്കിങ് ചൂസ് ചെയ്യാൻ? ഈ പ്യുവർ ചോക്ലേറ്റ് എന്ന് പറയുന്നത് എന്താ? ചോക്ലേറ്റിന് ഒരു ചോക്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രീമിയം സെഗ്മെൻ്റാണ്. അതെ, ഒരിക്കലും അത് കുറഞ്ഞ സാധനമല്ല. ഒരു പ്രീമിയം സെഗ്മെൻ്റാണ് ചോക്ലേറ്റ്. ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമായ ഒരു ഘടകമാണ് ചോക്ലേറ്റ്. അതെല്ലാവരും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ആ പ്രീമിയം പാക്കിങ്ങും നമ്മളത് വേണമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൃഷി എൻജോയ് ചെയ്ത് പാഷനേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഹ്യൂജ് സക്സസ് എന്തായാലും ഉണ്ടാകും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരേക്കും എൻ്റെ ബിസിനസ്സിൽ നിന്നും ഐ എം അരോമ സൈനിങ് ഓഫ്. ബൈ ബൈ.